ഹായ്, നമ്മൾ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്ക് അതൊരു സെക്ഷനാണ്. പ്രഷർ ബെൽറ്റ് എന്നൊരു സെക്ഷനും പിന്നെ നമ്മുടെ ട്രേഡ് വിൻസ് എന്നൊരു സെക്ഷനുണ്ട്, വിൻ എന്നൊരു സെക്ഷനുണ്ട്. അതാണ് എടുക്കുന്നത് ഇന്ന് പറയുമ്പോഴത്തേക്കിന് അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എൻസിഇആർടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണിത്. ഇതിനകത്ത് തന്നെയാണ് മിക്കവാറും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കി നമുക്കറിയാം ഈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 7 പ്രഷർ ബെൽറ്റ് ആണ് നമ്മുടെ എർത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 7 പ്രഷർ ബെൽറ്റ് ആണ് എർത്തിനുള്ളത്. അപ്പോൾ നോത്തിരിക്കുക, നമുക്ക് അറിയാവുന്ന കേസാണ് എന്ത്, നമ്മൾ ഹൈറ്റ് കൂടുന്തോറും നമ്മൾ ജസ്റ്റ് കുറെ കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇക്വേറ്ററിലാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ, ജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് ഇവിടെ ഇക്വേറ്ററിൽ. നമ്മൾ പോൾസിലോട്ട് പോകുന്തോറും എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കൂടി അത് മറന്നുപോയത്. എന്താണ് ജിയുടെ വാല്യൂ ഇക്വേറ്ററിലാണെങ്കിൽ 0 ആണ്. നമ്മൾ പോൾസിലോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കൂടി പോകുന്നത് മനസ്സിലാക്കിയത്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താ പറ്റുന്നത്, ഹൈറ്റ് നമ്മൾ താപ്പോട്ട് പോവുകയാണെങ്കിൽ എന്ത് പറ്റും, പ്രഷർ കൂടുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മേളിലോട്ട് പോകുന്തോറും പ്രഷർ കുറഞ്ഞാ വരുന്ന അറിഞ്ഞിരിക്കണം കേട്ടോ. ഓരോ 10 മീറ്റർ നമ്മൾ ഹൈറ്റിൽ പോകും തോറും 10 മില്ലിബാർ പ്രഷർ കുറഞ്ഞ വരുന്ന ആലോചിക്കുക. എന്താണ്, ഓരോ 10 മീറ്റർ ഹൈറ്റ് പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് 1 മില്ലിബാർ പ്രഷർ കുറഞ്ഞാ വരുന്ന അറിഞ്ഞിരിക്കണം. കാരണം തെറ്റിക്കാതെ ഓരോ 10 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 മില്ലിബാർ പ്രഷർ കുറയുന്ന അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുക, നമ്മുടെ എർത്തിന്റെ സർഫസ് ചെയ്യുന്ന ഒരു 50 മീറ്റർ ഉയരമുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ സർഫസിലുള്ള പ്രഷറിന്റെ ഹാഫ് ഈ ഒരു സ്ഥലത്ത് കാണത്തുള്ളൂ നടന്നിട്ടുണ്ട്. എന്താണ്, എർത്തിന്റെ സർഫസ് ചെയ്യുന്ന ഒരു 50 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ എന്താണ്, ആ എർത്തിന്റെ സർഫസിലുള്ള പ്രഷറിന്റെ ഹാഫ് പ്രഷറെ എവിടെ കാണത്തുള്ളൂ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ കാണത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ട് എവറസ്റ്റിന്റെ ടോപ്പിൽ പോകുമ്പം അവിടുത്തെ ഹൈറ്റ് എന്താണ്, നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ഹൈറ്റിനെ കാട്ടിലും 2/3 പിന്നെയും കുറവാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ മൗണ്ട് എവറസ്റ്റിന്റെ മേലുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എർത്തിന്റെ സർഫസിലുള്ള ഹൈറ്റിനെ അവിടെയുള്ള പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും പിന്നെ എത്ര കുറവാണ്, 2/3 പ്രഷർ കുറവായിരിക്കും ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൗണ്ട് എവറസ്റ്റിന്റെ മേലിൽ എന്ന് പറഞ്ഞിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ എന്തറിയാം, ഞാൻ ഈ പ്രഷർ ബെൽറ്റിലോട്ട് വരുന്നതിന് മുമ്പ് എന്താണ് പ്രഷറിന്റെ യൂണിറ്റ്, എന്താണ്, നമ്മൾ 1 മില്ലിബാർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പാസ്കൽ എന്നൊരു യൂണിറ്റ് ഉണ്ട് പ്രഷറിന് കേട്ടോ. എന്താണ്, മില്ലിബാർ എന്ന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പാസ്കൽ എന്നൊരു യൂണിറ്റ് ഉണ്ട്. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ സെയിം പ്രഷർ ഉള്ള ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണെന്ത്, ഐസോ ബാർ. തെറ്റിക്കരുത്, എന്താണ്, സെയിം പ്രഷർ ഉള്ള റീജിയൻസിനെ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണെന്ത്, ഐസോബാർ എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഐസോടെക് എന്നൊരു സാധനമുണ്ട്, ഐസോടെക്. രണ്ട് ഈക്വൽ വിൻഡ് ബ്ലോയിങ് ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണെന്ത്, ഐസോടെക്. തെറ്റിക്കരുത് എന്ന് പറയുന്നത് എന്താണ്, സെയിം പ്രഷർ റീജിയൻസിനെ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ. ഐസോടെക് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം വിൻഡ് ബ്ലോയിങ് ഏരിയാസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഐസോടെക് എന്ന് പറയുമ്പോഴത്തേക്കിനെ. ഞാൻ എന്റെ റാൻഡമായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. അനിമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വിൻഡിന്റെ പേരെന്താണ്, അനിമോളജി എന്ന് എന്ത് വിളിക്കുന്നത്, സ്റ്റഡി ഓഫ് വിൻഡ് എന്ന് പറഞ്ഞാൽ അനിമോളജിയാണ്. അനിമോമീറ്റർ നമ്മൾ എന്തിനാ അത് അനിമോമീറ്റർ ഉണ്ട്, വിൻവെയിൻ ഉണ്ട്, ബ്യൂഫോർഡ് സ്കെയിൽ ഉണ്ട്. ഈ 3 സംഭവങ്ങൾ ഉള്ളതാണ്. ഇതിനകത്ത് നമുക്കറിയാം വിൻവെയിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്, വിൻവെയിൻ ആണ് നമ്മുടെ വിൻഡിന്റെ ഡയറക്ഷൻ കിട്ടാൻ വെക്കുന്നത് അല്ലെ. വിൻവെയിൻ വെച്ചിട്ടാണ് വിൻഡിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അനിമോമീറ്റർ വെച്ച് എന്താ ചെയ്യുന്നത്, വിൻഡിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, അനിമോമീറ്റർ എന്ന് പറയുമ്പോഴത്തേന്. ഇതിനകത്ത് ബ്യൂഫോർഡ് സ്കെയിൽ എന്നൊരു സംഭവം ഉണ്ട്, ബ്യൂഫോർഡ് സ്കെയിൽ എന്നൊരു സംഭവം ഓർത്തിരിക്കുക. ഈ ബ്യൂഫോർഡ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, വിൻഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ ബ്യൂഫോർഡ് സ്കെയിൽ വെച്ചിട്ടാണ് ഓർത്തിരിക്കുക കേട്ടോ. ബ്യൂഫോർഡ് സ്കെയിൽ എന്നാണ്, ബ്യൂഫോർഡ് സ്കെയിൽ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വിൻഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട കേസ് തന്നെയാണ്. വിൻഡ് എന്ന് പറഞ്ഞാൽ എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് വിൻഡ് എന്ന് പറഞ്ഞാൽ. എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് വിൻഡ് എന്ന് പറയുമ്പോൾ എയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിനെ എന്താ വിളിക്കുന്നത്, നമ്മള് കൺവെക്ഷൻ കറണ്ട് എന്ന് വിളിക്കുക അല്ലെ, തെറ്റിക്കരുത്. എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണെങ്കിൽ അത് വിൻഡ് ആണ്, എയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് ആണെന്ന് കൺവെക്ഷൻ കറണ്ട് എന്ന് ഓർത്തിരിക്കുക. കൺവെക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ്. ഈ വെർട്ടിക്കൽ മൂവ്മെന്റ് കൺവെക്ഷൻ കറണ്ടും ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് എന്ത്, നമ്മുടെ വിൻഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണേ. മറന്നുപോയതാണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ് നമ്മൾ വിൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിന്. വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയർ നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവെക്ഷൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ കൺവെക്ഷൻ കറണ്ട് കാരണമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ക്ലൗഡ്സ്. ക്ലൗഡിന്റെ ഫോർമേഷന് കാരണമാകുന്ന എയർ എന്ന് പറയുമ്പോൾ എയറിന്റെ മൂവ്മെന്റ് എന്താണ്, അത് കൺവെക്ഷൻ കറണ്ട് ആണ്, വെർട്ടിക്കൽ മൂവ്മെന്റ് ഓഫ് എയർ ആണ്
കൺവെക്ഷൻ കാരണം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? നമുക്കിനിയും ഈ പ്രഷർ ബെൽറ്റിലോട്ട് വരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വിൻഡിന്റെ കേസ് എന്ന് പറയുന്നതേ ഉള്ളൂ. നമുക്കറിയാം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ട്രേഡ് വിൻഡ് എന്നൊരു സംഭവം, അല്ലെങ്കിൽ ഈസ്റ്റേർലി വെസ്റ്റേർലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്, പെർമനന്റ് വിൻഡ് അല്ലെങ്കിൽ നമ്മൾ പ്രിവൈലിംഗ് വിൻഡ് എന്ന് വിളിക്കുന്ന കാറ്റഗറിയാണ് ഈ പറയുന്നതെല്ലാം. ഇവരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്ക് മാത്രം എപ്പോഴും അടിക്കുന്ന കാറ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിവൈലിംഗ് വിൻഡ് അല്ലെങ്കിൽ പെർമനന്റ് വിൻഡ് എന്നുള്ള സെക്ഷൻ. ഞാൻ വിൻഡ് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും സെക്ഷൻ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാൻ നോക്കി, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിൻഡിന്റെ വെലോസിറ്റി അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. വിൻഡിന്റെ വെലോസിറ്റി അഫക്ട് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഓർത്തിരിക്കുക. ഒന്ന് കൊറിയോളിസിസ് ഫോഴ്സ് എന്നൊരു സാധനമുണ്ട്. എന്താണ് കൊറിയോളിസിസ് ഫോഴ്സ്? ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്, പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? കൊറിയോളിസിസ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്, പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സ് ആണ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ വിൻഡിന്റെ വെലോസിറ്റി അഫക്ട് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പൊ വെലോസിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എന്തൊക്കെ? ഈ പറഞ്ഞിട്ടുള്ള കൊറിയോളിസിസ് ഫോഴ്സ് ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെ പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ട്. കേട്ടോ, ഞാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കും ഈ കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൊറിയോളിസിസ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതിനാണ് ഫെറൽ ലോ. ഈ കൊറിയോളിസിസ് ഫോഴ്സിനെ വെച്ചിട്ടുള്ള വിൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇത് നമ്മുടെ ഫെറൽ ലോ എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് കൊറിയോളിസിസ് ഫോഴ്സ് കറക്റ്റ് പറഞ്ഞിരിക്കാം. നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് മൂവ് ചെയ്യും? അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ഒബ്ജക്റ്റ് ഇരുന്നാൽ അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ എന്ത് കൊറിയോളിസിസ് നിയമം. കൊറിയോളിസിസ് ഫോഴ്സ് എന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. നമ്മൾ സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ കൊറിയോളിസിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ല? അതാണ് കൊറിയോളിസിന്റെ ലോ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇതേ സംഭവം ഒരു ഒബ്ജക്റ്റിന് പകരം നമ്മളൊരു വിൻഡ് വെച്ചിട്ട് പറയുന്നതേ ഉള്ളൂ എന്ത് ഫെറൽ നിയമം എന്ന് പറയുമ്പോൾ ആണ്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഒരു വിൻഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? റൈറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിലാണ് ഒരു വിൻഡ് ഉള്ളത് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്ത് അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഫെറൽ നിയമം എന്ന് പറയുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ കൊറിയോളിസിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ കുറവാണ്. ഇക്വേറ്ററിന്റെ സെക്ഷനിൽ കൊറിയോളിസിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് കുറവാണ്. പോൾസിലോട്ട് പോകും തോറും കൊറിയോളിസിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് കൂടി. നമ്മുടെ ഗ്രാവിറ്റേഷനിലെ അത് തന്നെയാണ്, ആ ഒരു രീതി തന്നെയാണ് നോക്കിയിരിക്കുക. എന്താണ് കൊറിയോളിസിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇക്വേറ്ററിലെ കുറവും പോൾസിലോട്ട് പോകും തോറും കൊറിയോളിസിസ് ഫോഴ്സിന്റെ ഇമ്പാക്ട് കൂടിയുമാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ കൊറിയോളിസിസ് ഫോഴ്സ് ആണ് എന്ത് നമ്മുടെ വിൻഡിന്റെ വെലോസിറ്റി അഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ആണ് എന്ത് കൊറിയോളിസിസ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് ആണ് എന്ത് ഫ്രിക്ഷൻ. സെക്കൻഡ് ആണ് എന്ത് നമ്മുടെ ഫ്രിക്ഷൻ എന്നുള്ള സംഭവം. ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് എന്താ പറയാ, ഫ്രിക്ഷൻ കൂടിയാൽ വെലോസിറ്റി കുറഞ്ഞു പോകും അല്ലേ? ഫ്രിക്ഷൻ കൂടിയാൽ വെലോസിറ്റി കുറയുക ചെയ്യും നമുക്കറിയാം. അപ്പൊ നമ്മളിങ്ങനെ വേൾഡിന്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സദേൺ ഹെമിസ്ഫിയറിലാണല്ലോ ഓഷൻസിന്റെ എമൗണ്ട് കൂടുതൽ വരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫ്രിക്ഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ കൂടുതലായിരിക്കും അല്ലെ? സദേൺ ഹെമിസ്ഫിയറിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക ഈ പറഞ്ഞുള്ള സദേൺ ഹെമിസ്ഫിയറിൽ അടിക്കുന്ന കാറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. നമുക്കറിയാം ഫ്രിക്ഷൻ കൂടുതലനുസരിച്ച് സ്പീഡ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അടിക്കുന്ന കാറ്റിന് കമ്പാരിറ്റീവ്ലി സൗത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അടിക്കുന്ന കാറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഈ ഫ്രിക്ഷന്റെ കേസ്. ഇനി എന്താണ് ലാസ്റ്റ് വണ്ണാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രഷർ ഗ്രേഡിയന്റ് എന്നുള്ള സംഭവം. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ആണ് അല്ലെ? ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നതാണ്. അപ്പൊ ഈ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പ്രഷറിലുള്ള വ്യത്യാസം. നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്ത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കറിയാം. ഇപ്പൊ ലിക്വിഡ് ആണെന്നെങ്കിൽ നമ്മൾ പറയും ഡിസ്പേർഷൻ എന്ന് പറയും. ഹൈ പ്രഷർ ടു ലോ പ്രഷർ മൂവ്മെന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലോട്ട് മാത്രമേ നമ്മുടെ കാറ്റ് അടിക്കത്തുള്ളൂ. അപ്പൊ ഓർത്തിരിക്കുക, പ്രഷർ ഗ്രേഡിയന്റ് എത്ര കൂടുന്നോ അതനുസരിച്ച് നമ്മുടെ വിൻഡിന്റെ വെലോസിറ്റി കൂടും. പ്രഷർ ഗ്രേഡിയന്റ് കൂടിയ 2 ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് വിൻഡിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. പ്രഷർ ഗ്രേഡിയന്റ് കുറവാണെങ്കിൽ എന്താണ് വിൻഡിന്റെ വെലോസിറ്റി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുമ്പോൾ NCERT ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ആ സ്പെക്ട്രത്തിന്റെ ഒരു ടെക്സ്റ്റിനകത്തും ഉള്ള പോയിന്റ്സ് തന്നെ കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വിൻഡിനെ കുറിച്ചിട്ട് കറക്റ്റ് അറിയേണ്ടത്. അപ്പൊ ബ്യൂഫോർഡ് മീറ്ററിന്റെ കാര്യം മറന്നു പോകരുത്. അത് വിൻഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബ്യൂഫോർഡ് സ്കെയിൽ. ബ്യൂഫോർഡ് സ്കെയിൽ എന്നാണ്. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി നെക്സ്റ്റ് ഈ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ നോക്കി. നമ്മൾ ഈ ക്ലാസ് ഓൾറെഡി എടുത്തതാണ്. എന്നാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ നോക്കി. ഇതാണ് നമ്മുടെ പ്രഷർ ബെൽറ്റ് എന്നുള്ള സംഭവം. ഇതാണ് നമുക്ക് 7 പ്രഷർ ബെൽറ്റ് ആണുള്ളത്. അപ്പൊ നോക്കി ഈ പറഞ്ഞ ഇതാണ് ഫസ്റ്റ് പ്രഷർ ബെൽറ്റ്. നോക്കി ഏതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്നൊരു റീജിയൻ ഉണ്ട് ഇവിടെ. ഇതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനിയും ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ നോർത്തിലും സൗത്തിലും വരും. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എവിടെയും വരും, നോർത്തിലും സൗത്തിലും, 35 ഡിഗ്രി വരെ എന്ന് ആലോചിക്കുക കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും വരുന്നത് ഇതാണ്, ഈ 60 ഡിഗ്രിയിൽ വരുന്ന സബ് പോളാർ ലോ പ്രഷർ റീജിയൻ, അത് നോർത്തിലും സൗത്തിലും ഉണ്ട്. ഇനിയും പോളാർ ഹൈ പ്രഷർ റീജിയൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുക ഈ പ്രഷർ ബെൽറ്റ് ആണിത്. ഈ പറഞ്ഞിട്ടുള്ള ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ നമ്മൾ 30 to 35 ഡിഗ്രി ആണെന്ന് നമുക്ക് ആ പ്രഷർ ബെൽറ്റ് എന്നുള്ള രീതിയിൽ വരുന്ന ഈ ഒരു റീജിയൻ ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ് ഈ ഒരു റീജിയൻ ആണ്. ഇനിയും ഇതാണ് 7 എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ ആണ്. ഇനിയും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ നോർത്തിലും ഉണ്ട് സൗത്തിലും ഉണ്ട്. ഇനിയും സബ് പോളാർ ലോ പ്രഷർ റീജിയൻ ഇതുപോലെ തന്നെ എവിടെയുണ്ട്, നോർത്തിലുണ്ട് സൗത്തിലുണ്ട്. പോളാർ ഹൈ പ്രഷർ റീജിയൻ നോർത്തിലും സൗത്തിലും. അപ്പൊ അങ്ങനെയാണ് ഈ 7 പ്രഷർ ബെൽറ്റ്സ് വരുന്നത് നോക്കിയിരിക്കണം കേട്ടോ. ഇത് നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഈ 0 to 5 ഡിഗ്രി നോർത്തിനും 0 to 5 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക് വിൻഡ് ഇല്ലാത്തൊരു റീജിയൻ ആണ് കേട്ടോ. നമ്മൾ ഈ വിൻഡ് ഇല്ലാത്ത ആ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്, ഡോൾഡ്രം എന്ന് വിളിക്കും. ഡോൾഡ്രംസ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ എന്ന് വെച്ചാൽ 0 ഡിഗ്രിന്ന് 5 ഡിഗ്രി നോർത്തിനും 5 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കുള്ള ആ ഒരു റീജിയനിൽ എന്തില്ല, വിൻലെസ് ആണത്, വിൻലെസ് ഏരിയ ആണ്. ആ ഒരു റീജിയൻ വിളിക്കുന്ന പേരെന്താണ്, ഡോൾഡ്രം ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ്, ഡോൾഡ്രം എന്നാണ് നമ്മൾ ഈ ഒരു റീജിയനെ വിളിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കറക്റ്റ് ഇക്വേറ്ററിന്റെ തൊട്ട് മേലും താഴെയാണ്. അപ്പൊ അവിടെ നിന്ന് പറയുമ്പോൾ എന്താണ്, കറക്റ്റ് സൂര്യന്റെ റേ അടിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് പറയുമ്പോൾ. അതുകൊണ്ട് എന്താണ് അവിടെ കൺവെക്ഷൻ കറണ്ട് വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ എയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് വളരെ കൂടുതലാണ്. എവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോൾഡ്രം റീജിയൻ അല്ലെങ്കിൽ 0 to 5 ഡിഗ്രി നോർത്ത് സൗത്ത് റീജിയൻ വരുമ്പോൾ എന്താണ്, എയറിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺവെക്ഷൻ കറണ്ട് അവിടെ കൂടുതലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. കൺവെക്ഷൻ കറണ്ട് അവിടെ വളരെ കൂടുതലാണ്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കൺവെക്ഷൻ കറണ്ട് കൂടിയത് കാരണമാണ് ട്രോപ്പോസ്ഫിയറിൽ കൂടെ എയർപ്ലെയിൻസ് മൂവ് ചെയ്യാത്ത ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ക്ലൗഡിന്റെ ഫോർമേഷന് കാരണം ഈ പറഞ്ഞ കൺവെക്ഷൻ കറണ്ട് ആണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡോൾഡ്രം റീജിയനിൽ മേപ്പോട്ട് ഇങ്ങനെ പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള എന്താണ് എയറിന്റെ മൂവ്മെന്റ് കാരണമാണ് നമ്മുടെ ക്യുമുലസ് എന്നുള്ള നമ്മുടെ പഞ്ഞിക്കെട്ട് പോലിരിക്കുന്ന ഇതില്ലേ, ക്ലൗഡില്ലേ. അപ്പൊ ഈ ക്യുമുലസ് ക്ലൗഡിന്റെ ഫോർമേഷന് കാരണം ഈ ഒരു റീജിയൻ ഉണ്ടാകുന്ന കൺവെക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ക്യുമുലോ നിംബസ് എന്നൊരു സംഭവമുള്ള ക്യുമുലോ നിംബസ് എന്ന് വരുന്ന ആ ഒരു ക്ലൗഡ് ആണ് എന്ത്, നമ്മുടെ ഹെവി റെയിൻഫോളിന് കാരണം ഈ പറഞ്ഞിട്ടുള്ള ക്യുമുലോ നിംബസ് എന്നുള്ള ക്ലൗഡ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താണ് പ്രഷർ ബെൽറ്റ്. ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡിലോട്ട് നോക്കി, ഇതെന്താണ് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്നൊരു സംഭവമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇതാണ് അതിന്റെ ഇതാണ് ബെൽറ്റ് കേട്ടോ. ഇതാണ് അതിന്റെ ബെൽറ്റ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറയും എന്താണ്, ട്രോപ്പിക്സിൽ നിന്ന് 35 ഡിഗ്രി നോർത്ത് 35 ഡിഗ്രി സൗത്ത് പോകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിന്റെ അകത്ത് ഈ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തിലും ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇവിടെയും വിൻഡിന്റെ സ്പീഡ് എന്താണ്, വിൻഡിന്റെ അവൈലബിലിറ്റി ഈ ഒരു സെക്ഷനിൽ കുറവാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരികയല്ലേ, ഇങ്ങനെ താപ്പോട്ട് ഡോൾഡ്രമിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഈ ഡോൾഡ്രം റീജിയൻ എന്ന് പറയുമ്പോൾ കൺവെക്ഷൻ കറണ്ട് കൂടുതൽ കാരണം വിൻഡില്ലാത്ത സ്ഥലമാണ്. അപ്പൊ ഈ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും ആ ഒരു സെക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 30 ഡിഗ്രി നോർത്ത് ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക് വരുന്ന ആ ഒരു സെക്ഷൻ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കാൻ കാരണം എന്നൊക്കെ ഉള്ള സംഭവം നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. പണ്ടെന്ന് പറയുമ്പോൾ അവർ കപ്പലിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താ വിൻഡ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ കപ്പലിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഈ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ കേസാണ് പറഞ്ഞത്, യൂറോപ്പിലോട്ട് വരുന്ന ആൾക്കാരുടെ കേസാണ് യൂസ് എന്നൊക്കെ. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അതൊക്കെയാണ് ഹോഴ്സിനെ എടുത്ത് കടലിലെറിയും എന്നുവെച്ചാൽ അവരുടെ ആ വെയിറ്റ് കുറച്ചിട്ട് കപ്പൽ മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക, 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനെയാണ് നമ്മൾ ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എക്സാക്ട് ആണെങ്കിൽ 30 ഡിഗ്രി നോർത്ത് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഇത് രണ്ടുമേ. ഇനിയുള്ളത് എന്താണ്, നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കാം. സാധാരണ വരയ്ക്കുകയാണെങ്കിൽ
നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പാഠത്തിനകത്ത് ഈ 60 ഡിഗ്രി മാത്രം എഴുതിയിരിക്കുന്നത്. പക്ഷെ ഓർത്തിരിക്കുക, ഈ പറഞ്ഞൊരു ബെൽറ്റ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിക്കും 66.5 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്നൊരു ബെൽറ്റ്. അത് അറിയണ്ട, ജസ്റ്റ് പറഞ്ഞോളൂ. ഈ 60 ഡിഗ്രി ആണ് നോർത്തിലും സൗത്തിലും വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സബ് ട്രോപ്പിക്കൽ. ഇത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നുള്ള സംഭവമേ. ഇനി 90 ഡിഗ്രി അങ്ങോട്ടുള്ളതാണ് നോർത്തിലും സൗത്തിലും ഉള്ളതാണ് നമ്മുടെ സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. കേട്ടോ, തെറ്റിക്കരുത്. അപ്പൊ എന്തൊക്കെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സബ് ട്രോപ്പിക്കൽ ഹൈ ഉണ്ട്, സബ് പോളാർ ലോ ഉണ്ട്, പോളാർ ഹൈ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രഷർ ബെൽറ്റ് എന്നൊരു സംഭവം. ഈ പറഞ്ഞ ഡോൾഡ്രമും ഹോഴ്സ് ലാറ്റിറ്റ്യൂഡും മറന്നു പോകരുത്. ഇനിയുമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന വിൻഡ് എന്നൊരു സെക്ഷൻ. എല്ലാ വിൻഡോടും ഞാൻ പറയത്തില്ല, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് വിൻഡും വെസ്റ്റേർലിയും ഈസ്റ്റേർലിയും പറയാം കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് പറയുമ്പോൾ ബാക്കി നമ്മുടെ മൗണ്ടൻ വിൻഡ്, വാലി വിൻഡ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. അപ്പൊ നോക്കിയോ, നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു വിൻഡ് എന്നൊരു സെക്ഷൻ എടുക്കുകയാണ്. അപ്പൊ നോക്കി, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ വിൻഡ് എന്നൊരു സാധനം കേട്ടോ. ഗ്ലോബൽ വിൻഡ് എന്നൊരു സാധനമാണ്. ഈ ഗ്ലോബൽ വിൻഡ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രിവൈലിംഗ് വിൻഡ് എന്ന് പറഞ്ഞാലും പ്രിവൈലിംഗ് വിൻഡ് ഇത് തന്നെയാണ്, പെർമനന്റ് വിൻഡ് ഇത് തന്നെയാണ്. ഇതെല്ലാം സെയിം ആണ് അറിയണം കേട്ടോ. എന്താണ് ഗ്ലോബൽ വിൻഡിന്റെ വേറെ വേറെ പേരാണ്. പ്രിവൈലിംഗ് വിൻഡ്, പെർമനന്റ് വിൻഡ് എന്നൊക്കെ വിളിക്കുന്നത് സെയിം വിൻഡ് തന്നെയാണ് അറിയണം കേട്ടോ. ഇവരിങ്ങനെ വിളിക്കാൻ കാരണം എന്താ അറിയോ? ഈ പറഞ്ഞ ഗ്ലോബൽ വിൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ പെർമനന്റ് വിൻഡ്, അല്ലെങ്കിൽ പ്രിവൈലിംഗ് വിൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ത്രൂ ഔട്ട് ദ ഇയർ സെയിം ഡയറക്ഷനിലും സെയിം സ്പീഡിലാണ് അടിക്കുന്നത്. അതിന്റെ ഡയറക്ഷനും വെലോസിറ്റിയും സെയിം ആയിട്ടുള്ള വിൻഡാണ് നമ്മൾ ഈ പറയുന്ന പ്രിവൈലിംഗ് വിൻഡ് അല്ലെങ്കിൽ പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പ്രഷർ ബെൽറ്റിന്റെ ഇടയ്ക്ക് മാത്രം അടിക്കുന്ന വിൻഡാണ് നമ്മുടെ ഗ്ലോബൽ വിൻഡ് എന്ന് പറയുമ്പോഴത്തേക്കിനെ. അപ്പൊ ഈ ഗ്ലോബൽ വിൻഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്തൊക്കെയാ? ഒന്ന് ട്രേഡ് വിൻഡ് ആണ്, 2 വെസ്റ്റേർലി ആണ്, അടുത്ത എന്താണ്? ഈസ്റ്റേർലീസ് എന്നുള്ള ഈ 3 വിൻഡ്സ് ആണ്. ട്രേഡ് വിൻഡ് ഉണ്ട്, വെസ്റ്റേർലി ഉണ്ട്, ഈസ്റ്റേർലി ഉണ്ട്. അത് അറിയേണ്ട കേസ് ഈ ഓരോ വിൻഡും എവിടുന്ന് എങ്ങോട്ട് അടിക്കുന്ന അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ പറയുമ്പോൾ ഈ ഓരോ വിൻഡിന്റെയും എന്താണ് എയർ സൈക്കിളിന്റെ പേര് അറിയാം. എയർ സൈക്കിളിന്റെ പേര് അറിഞ്ഞിരിക്കുക, അതാണ് അറിയേണ്ട കേസ്. നമുക്ക് നോക്കി, നമുക്ക് ഫസ്റ്റിലെ ട്രേഡ് വിൻഡിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ട്രേഡ് വിൻഡ് നമ്മൾ പറഞ്ഞ എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് മാത്രമേ വിൻഡ് അടിക്കത്തുള്ളൂ. അപ്പൊ ഈ ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇതെന്താണിത്? ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയൻ ആണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് അടിക്കുന്ന വിൻഡ് ആണ് ട്രേഡ് വിൻഡ്. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് അടിക്കുന്നതാണ് നമ്മുടെ ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ അത് ഇവിടുന്ന് അടിക്കും, ഇവിടുന്ന് അടിക്കും. കാര്യം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ മേളിലും ഉണ്ട്, താഴെയുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് അടിക്കുന്ന വിൻഡ് ആണ് നമ്മുടെ ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോഴേ. ഇതിന്റെ വാക്ക് ട്രെഡൻ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡ് ഉണ്ട് കേട്ടോ. ട്രെഡൻ എന്നൊരു ലാറ്റിൻ വേർഡ് ഉണ്ട്. ഇതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിനിങ് സെയിം ഡയറക്ഷൻ എന്നാണ്. മെയിൻറ്റെയിനിങ് സെയിം ഡയറക്ഷൻ എന്നാണ് ട്രെഡൻ എന്നുള്ള ലാറ്റിൻ വേർഡിന്റെ മീനിങ്. ആ ട്രെഡൻ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ട്രേഡ് വിൻഡ് എന്നൊരു വാക്ക് വന്നത്. അല്ലാതെ ട്രേഡിങ്ങിന് പോകുന്ന ആ ഒരു ട്രേഡ് എന്നുള്ള ഒരു സംഭവത്തിലല്ല. ഓർത്തിരിക്കുക, ട്രെഡൻ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മുടെ ട്രേഡ് വിൻഡ് എന്ന് പേര് വന്ന് ഓർത്തിരിക്കുക. മെയിൻറ്റെയിനിങ് സെയിം ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു ഈ വിൻഡിന്റെ പ്രത്യേകത തന്നെ അതാണ്. പ്രിവൈലിംഗ് വിൻഡ് അല്ലെങ്കിൽ ഗ്ലോബൽ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഡയറക്ഷൻ ആണ്, എപ്പോഴും സെയിം സ്പീഡും ആണ്. അപ്പൊ അതാണ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അതിന്റെ അടിക്കുന്ന ലൊക്കേഷൻ ഓർത്തിരിക്കുക, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലോട്ട് അടിക്കുന്നത് അറിഞ്ഞിരിക്കുക കേട്ടോ, തെറ്റിക്കരുത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞാണ്, നമ്മൾ ചോദിച്ചു പറഞ്ഞു ട്രേഡ് വിൻഡ് എന്താണ് ക്വസ്റ്റ്യൻ? ഡോൾഡ്രമിലോട്ട് കൺവേർജ് ചെയ്ത് പോകുന്ന വിൻഡ് ഏതാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഏതാണ്? ട്രേഡ് വിൻഡ് ആണ്. കണ്ടില്ലേ, ഇങ്ങോട്ടല്ലേ കൺവേർജ് ആയി വരുന്നത്. അപ്പൊ അത് ട്രേഡ് വിൻഡ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ, തെറ്റിക്കരുതേ. ഇത് നോക്കിക്കോളൂ, ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അടിക്കും, താഴ്ന്ന് അടിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? നമുക്കറിയാം, വിൻഡിന്റെ പേര് പറയുന്നത് അത് എവിടുന്ന് അടിച്ചു തുടങ്ങും എന്നുള്ള ഡയറക്ഷൻ വെച്ചിട്ടാണ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിന്ന് അടിക്കുന്ന കാറ്റിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് വിൻഡ് എന്നാണ് വിളിക്കുന്നത്. അതായിരിക്കട്ടെ. അതിന്റെ നെയിമിംഗ് എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് അടിക്കുന്നു എന്നുള്ളതല്ല, എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ വിൻഡിന്റെ പേര് വരുന്നത്. അപ്പൊ നോക്കിയോ, ഇതെന്തായിരിക്കും? ഈ വരുന്ന സംഭവം എന്താണ്? ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്, ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്. തെറ്റിക്കരുത്. ഇത് നോർത്ത് ഈ കാര്യം അവിടുന്ന് നോർത്ത് ഈസ്റ്റ് അടിക്കുന്നത് അല്ലേ, ഇത് സൗത്ത് ഈസ്റ്റ് അടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്തിരിക്കുക, ഈ ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിളിനെ പറയുന്ന പേരെന്താണെന്ന് അറിയോ?
ഹാർട്ട്ലി സെൽ എന്ന് പറഞ്ഞാൽ ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിൾ, ഇത് കറക്റ്റ് അറിയാട്ടോ, ഇത് ചോദിക്കും. ഹാർട്ട്ലി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിളിന്റെ പേരാണെന്ത്? ഹാർട്ട്ലി സെൽ. തെറ്റിക്കരുത്. ഹാർട്ട്ലി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിളിന്റെ പേരാണെന്ത്? ഹാർട്ട്ലി സെൽ എന്ന് പറഞ്ഞാല്. ഇതുപോലെ വെസ്റ്റേർലിക്കും ഈസ്റ്റേർലിക്കും എയർ സൈക്കിളിന്റെ പേരുള്ളതാണ്. അപ്പം ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിളിന്റെ പേരെന്താണ്? ഹാർട്ട്ലി സെൽ എന്നാണ് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള ട്രേഡ് വിൻഡിനകത്ത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇല്ലേ, ഇവനാണ് ഓഷ്യന്റെ മണ്ടയ്ക്കൂടെ അടിച്ചു പോകുന്നത്. കാരണം നോർത്തേൺ സൈഡിലെ കൂടുതലും കോണ്ടിനെന്റ്സ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ് ഓഷ്യന്റെ മേളിൽ കൂടെ പോകുന്ന വിൻഡ് അല്ലേ. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇവനാണ് എന്തിന് കാരണം? നമ്മുടെ ത്രൂ ഔട്ട് ദ വേൾഡ് ഹെവി റെയിൻഫോളിന് കാരണമാകുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ്. തെറ്റിയത്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കാരണമാണ് എന്ത്? ത്രൂ ഔട്ട് ദ വേൾഡ് ഹെവി റെയിൻഫോൾ ഉണ്ടാകുന്നത് എന്ന് ഓർത്തിരിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ജസ്റ്റ് എനിക്ക് കേരള PSC ഒരു എന്താ ക്വസ്റ്റിന്റെ ടഫ്നെസ് അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെ പഠിക്കുക. സത്യം പറഞ്ഞാൽ ഇതിന് നമ്മൾ UPSC ലെവലിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ വേറെ ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ഇവിടെ ഉള്ള രീതിയിൽ പറയാം. നമ്മൾ പറയും ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് വെസ്റ്റിലോട്ട് അടിക്കത്തില്ല. ഞാൻ പറഞ്ഞ ഇത് കൺവേർട്ട് ചെയ്ത് നോട്ടബിലോട്ടാണ് കയറുന്നത് കേട്ടോ. ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് വെസ്റ്റിലോട്ട് അടിക്കത്തില്ല. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞ മിക്കവാറും ഉള്ള ലോകത്തുള്ള എല്ലാ ഡെസേർട്സും അതത് രാജ്യത്തിന്റെ വെസ്റ്റ് സൈഡിൽ വരും. നമ്മൾ ഈ അട്ടക്കാമ നോക്കിയാലും സഹാറ ആണെങ്കിലും താറാണെങ്കിലും എല്ലാം ഇരിക്കുന്ന വെസ്റ്റ് സൈഡിലല്ലേ. ജസ്റ്റ് അങ്ങനെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഒരു UPSC ക്വസ്റ്റൻ ഉണ്ട്, എന്തുകൊണ്ടാണ് എന്താ ഈ പറഞ്ഞിട്ടുള്ള ഡെസേർട്സ് വെസ്റ്റ് സൈഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. അത് തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരിക്കുക. അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിന് ഔട്ട് സൈഡ് ആകുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ത്രൂ ഔട്ട് ദ വേൾഡ് ഹെവി റെയിൻഫോൾ ഉണ്ടാകാൻ കാരണം ഇവരാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. തെറ്റിക്കരുത്. അപ്പൊ ഈ ഹാർട്ട്ലി സെല്ലിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ട്രേഡ് വിൻഡ് എന്നൊരു സംഭവം. ഇത്രയുള്ള ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് നമ്മുടെ വെസ്റ്റേർലിയും ഈസ്റ്റേർലി. അപ്പൊ ഞാൻ പറഞ്ഞു പേര് വരുന്നത് ഇവൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് പേര് വരാനുള്ള റീസൺ. അപ്പൊ നോക്കി, എന്തിയ വെസ്റ്റേർലീസ്? ഇതാണ് വെസ്റ്റേർലീസ്. കണ്ടോ, ഇവിടെ ഉണ്ട് വെസ്റ്റേർലീസ്, ഇവിടുന്ന് ഉണ്ട് വെസ്റ്റേർലീസ്. അപ്പൊ നോക്കി, ഈ പറഞ്ഞ വെസ്റ്റേർലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നാണ്. കണ്ടേ, ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ സബ് പോളാർ ലോ പ്രഷർ റീജിയനിൽ അടിക്കുന്ന കാറ്റാണ് വെസ്റ്റേർലീസ്. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ അടിക്കുന്ന കാറ്റാണെന്ത്? നമ്മുടെ വെസ്റ്റേർലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയോ, വെസ്റ്റേർലി എന്തേ? അതേണ്ട് വെസ്റ്റേർലി ഇതാണ് കിടക്കുന്നത്. നമ്മുടെ ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലേ? ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതെന്താണ്? സബ് പോളാർ ലോ പ്രഷർ ആണ് അല്ലെ. അപ്പൊ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് സബ് പോളാർ ലോയിൽ കടിക്കുന്ന കാറ്റാണ് എന്ത്? വെസ്റ്റേർലി എന്ന് പറയുമ്പോഴത്തേക്കിന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ വെസ്റ്റേർലിക്കകത്ത് നമുക്ക് 2-3 ക്ലാസിഫിക്കേഷൻ, കാറ്റിന്റെ 2-3 പേരുണ്ടെന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞു എയർ സൈക്കിളിന്റെ പേര് പഠിക്കുക. വെസ്റ്റേർലിയുടെ എയർ സൈക്കിളിന്റെ പേരാണ് ഫെറൽ സെൽ. മറ്റേതിന്റെ പേരെന്തായിരുന്നു? ഹാർട്ട്ലി സെൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ട്രേഡ് വിൻഡിന്റെ എയർ സൈക്കിളിന്റെ പേരാണ് ഫെറൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെസ്റ്റേർലിയുടെ എയർ സൈക്കിളിന്റെ പേരാണ് എന്ത്? തെറ്റിക്കരുത്. ഫെറൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റേർലിയുടെ എയർ സൈക്കിളിന്റെ പേരാണ്. അപ്പൊ നമ്മൾ ചോദിച്ച പറഞ്ഞ 30 ഡിഗ്രി നോർത്തിനും 60 ഡിഗ്രി നോർത്തിനും ഇടയ്ക്കും ഈ പറഞ്ഞ 30 ഡിഗ്രി സൗത്തിനും 60 ഡിഗ്രി സൗത്തിനും ഇടയ്ക്കാണ് നമ്മുടെ വെസ്റ്റേർലി ബ്ലോ ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് കമ്പാരറ്റീവ്ലി സ്പീഡ് കൂടുതൽ ഈ സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലിക്കാണ്. കാര്യം ഇത് ഓഷനെ കണ്ടിരിക്കുന്നത്, ഫ്രിക്ഷൻ കുറവായിരിക്കും. നോർത്തിലോട്ട് പോകുമ്പോൾ തോറും എന്താണ് ഈ ഒരു സെക്ഷനൊക്കെ വരുന്നത് പറയുമ്പോൾ കോണ്ടിനെന്റ്സിന്റെ എമൗണ്ട് കൂടി ലാൻഡ് മാസ് കൂടി വരികയാണ്. അതുകൊണ്ട് കമ്പാരറ്റീവ്ലി സദേൺ ഹെമിസ്ഫിയറിൽ അടിക്കുന്ന വെസ്റ്റേർലിക്കാണ് എന്ത് കൂടുതൽ? സ്പീഡ് കൂടുതൽ കേട്ടോ. സദേൺ ഹെമിസ്ഫിയറിൽ അടിക്കുന്ന വെസ്റ്റേർലിക്കാണ് എന്ത് കൂടുതൽ? സ്പീഡ് കൂടുതൽ നോത്തിരിക്കുക. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞറിയാം റോറിംഗ് 40s. ഇത് അറിയാലോ അല്ലെ? റോറിംഗ് 40s നോക്കിയേ. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് എന്താ അറിയോ? ബ്രേവ് വെസ്റ്റ് വിൻഡ് എന്ന് വിളിച്ചാൽ അത് ആരാണ്? നമ്മുടെ സദേൺ സൈഡിൽ അടിക്കുന്ന വെസ്റ്റേർലിൽ അടിക്കുന്ന പേരാണെന്ത്? ബ്രേവ് വെസ്റ്റ് വിൻഡ് കേട്ടോ. എന്താണ്? സദേൺ സൈഡിലുള്ള നമ്മുടെ വെസ്റ്റേർലിയുടെ പേരാണ് എന്ത്? നമ്മൾ ഈ വിളിക്കുന്ന ബ്രേവ് വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സദേൺ സൈഡിലുള്ള വെസ്റ്റേർലിയുടെ പേരാണ് നോക്കി. നമ്മൾ പറഞ്ഞു 30 ഡിഗ്രി ടു 60 ഡിഗ്രിയാണ് പോകുന്നത് പുള്ളി. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 35 to 45 ഡിഗ്രി അടിക്കുന്ന ഒരു കാറ്റുണ്ട്, 45 to 55 ഡിഗ്രി ഒരു കാറ്റുണ്ട്, 55 to 65 പോകുന്ന ഒരു കാറ്റുണ്ട്. ഇതെല്ലാം വെസ്റ്റേർലീസ് ആണ്. അപ്പൊ നോക്കിയിരിക്കുക, 35 ഡിഗ്രി ടു 45 ഡിഗ്രി അടിക്കുകയാണെങ്കിൽ അതെന്താണ്? റോറിംഗ് 40s
എന്ന് വിളിക്കുന്ന വെസ്റ്റേർലിയാണ്. റോറിംഗ് 40s എന്ന് വിളിക്കുന്ന 35 to 45 ഡിഗ്രി അടിക്കുന്ന വെസ്റ്റേർലിയാണ്. ഇതെന്താണ് ഫ്യൂരിയസ് 50s എന്ന് വിളിക്കുന്നത് 45 to 55 അടിക്കുന്ന ഇതാണ് ഫ്യൂരിയസ് 50s. ഇനിയും ഷ്രീക്കിംഗ് 60s എന്നാണ് കേട്ടോ. എന്താണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s ആൻഡ് ഷ്രീക്കിംഗ് 60s എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റേർലീസിന്റെ പേര്. എന്താണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റേർലീസിന്റെ പേര് എന്ന് ഓർത്തിരിക്കുക. എന്താണ് ബ്രേവ് വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ വിളിക്കുന്ന വെസ്റ്റേർലി വിളിക്കുന്ന പേരാണ്. ഫെറൽ സെൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റേർലിയുടെ എയർ സൈക്കിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം വെസ്റ്റേർലിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. വെസ്റ്റേർലി എന്താണ്, ട്രേഡ് വിൻഡും വെസ്റ്റേർലീസും ഈസ്റ്റേർലീസും എന്താണ്, നമ്മുടെ ഗ്ലോബൽ വിൻഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഈസ്റ്റേർലി എന്ന് പറയുമ്പോൾ ഈസ്റ്റേർലി എന്തായിരിക്കും, എവിടുന്നായിരിക്കും അടിക്കുന്നത്? ഈസ്റ്റേർലി പറയുമ്പോൾ ഈസ്റ്റ് അടിക്കുന്ന വിൻഡ് ആണെന്ന് ഈസ്റ്റേർലി എന്ന് പറയുമ്പോഴത്തേക്കിന് ഏതാണ് ലൊക്കേഷൻ എന്താണ് പറയാനൊക്കെ നോക്കി. എവിടെ ആയിരിക്കും? നമുക്ക് ഹൈ പ്രഷർ അടിക്കണം നോക്കി. ഈ പറഞ്ഞ പോളാർ ഹൈ പ്രഷറിൽ നിന്ന് സബ് പോളാർ ലോയിൽ അടിക്കും അല്ലെ. പോളാർ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ അടിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റേർലി. ഈസ്റ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഈസ്റ്റേർലി. ഇത് കണ്ടോ, ഇതാണ് ഈസ്റ്റേർലി, ഇതാണ് ഈസ്റ്റേർലി കണ്ടോ. എന്താണ് നമ്മുടെ പോളാർ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് സബ് പോളാർ ലോയിലോട്ട് അടിക്കുന്ന വിൻഡാണ് നമ്മുടെ ഈസ്റ്റേർലീസ് എന്ന് പറയുമ്പോൾ. ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മള് പോളാർ ഫ്രണ്ട് സെൽ എന്നാണ് ഇതിന്റെ പേര്. പോളാർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കാറ്റ് വന്ന് എന്നുവെച്ചാൽ ഇവിടുന്ന് വരുന്ന ഈ തണുത്ത പോളാർ വിൻഡും വെസ്റ്റേണിൽ നമ്മൾ കൂട്ടിമുട്ടുന്ന ഒരു റീജിയൻ വരും കേട്ടോ. അതാണ് ഈ പോളാർ ഫ്രണ്ട് എന്ന് പറഞ്ഞാലേ. അപ്പൊ ഇതിനകത്തുള്ള എയർ സൈക്കിളിന്റെ പേരെന്താണ്? പോളാർ ഫ്രണ്ട് സെൽ എന്നാണ് നോക്കിയിരിക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രഷർ ബെൽറ്റും വിൻഡും എന്നുള്ളൊരു സെക്ഷൻ അകത്തുള്ളത്. അപ്പൊ ഇത്രയും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നാണ്. ഫ്യൂരിയസ് 50s എന്നൊക്കെ ഓർത്തിരിക്കുക, FF എന്നൊക്കെ ഓർത്തിരിക്കുക. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നുള്ള രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ തെറ്റത്തില്ല. ഫ്യൂരിയസ് 50s ആണെന്ന് ഓർത്തിരിക്കുക. റോറിംഗ് 40s ആണ്, ഷ്രീക്കിംഗ് 60s ആണ്. ഇത് നമുക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 2-3 കാറ്റിന്റെ പേരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഈ നമ്മുടെ ക്ലൈമറ്റിനകത്തുള്ള ലൂവും നമ്മുടെ എന്താണ് ചെറി ബ്ലോസവും അതല്ല മാംഗോ ഷവർ അതൊന്നും അല്ല. കാൽബൈസാക്കിയൊക്കെ പറയാൻ കാൽബൈസാക്കിയൊക്കെ വെസ്റ്റ് ബംഗാൾ അടിക്കുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള 3-4 കാറ്റിന്റെ പേര് പഠിക്കുക കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റിന് അടിക്കാത്തുള്ളതാണ്. നോക്കി, ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റുണ്ട് നമ്മുടെ റോക്കി മൗണ്ടൻസ് നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻസിൽ അടിക്കുന്ന ഒരു കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ചിനൂക്കിന്റെ മീനിങ് എന്താണ്? സ്നോ ഈറ്റർ എന്നാണ്. ചിനൂക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്നോ ഈറ്റർ എന്നാണ് ഈ പറഞ്ഞ കാറ്റിന്റെ മീനിങ്. ചിനൂക്ക് എന്നുള്ളത് റോക്കി മൗണ്ടൻസ് ആണ്, നോർത്ത് അമേരിക്കയാണ്. ഇനി ഫോഹൻ എന്നുള്ള കാറ്റ് നോർത്തേൺ ആർട്സ് റേഞ്ചിൽ അടിക്കുന്നതാണ്. നോർത്തേൺ ആർട്സ് റേഞ്ചിൽ അടിക്കുന്നതാണ് ഫോഹൻ എന്നുള്ള ഈ കാറ്റ്. ഇനി ഇത് ഹർമാൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള സഹാറ റീജിയനിൽ അടിക്കുന്നതാണ് എന്ത് നമ്മുടെ ഹർമാൻ എന്നുള്ള കാറ്റ്. തെറ്റിക്കുള്ള ഹർമാൻ അടിക്കുന്നത് എവിടെയാണ്? സഹാറയിലാണ്, വെസ്റ്റ് ആഫ്രിക്കയാണ്. നമ്മുടെ ഫോഹൻ എന്നുള്ളത് നോർത്ത് ആൽപ്സിൽ അടിക്കുന്ന കാറ്റാണ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോക്കി മൗണ്ടൻ റീജിയൻസിലുള്ള കാറ്റാണെന്ന് നോക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയാണെന്ന് പറയേണ്ടത്. ഇനിയുള്ള ഈ സൈക്ലോൺസും ആന്റി സൈക്ലോൺസും ഉള്ളതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സൈക്ലോണിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺ. ഇത്രയാണ് നോക്കിയത്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ നോക്കുക. ഇവിടെ നിന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഹൈ പ്രഷർ ഔട്ട്സൈഡിൽ നിന്ന് ലോ പ്രഷർ ഇൻസൈഡിലോട്ട് പോകുന്നതാണ് സൈക്ലോൺ. തെറ്റിക്കരുത്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ 2 സർക്കിളിനെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ അകവശത്ത് പ്രഷർ കുറവും വെളിയിൽ പ്രഷർ കൂടുതലാണ്. അപ്പൊ സൈക്ലോൺ അറിയാലോ ഇങ്ങനെയല്ലേ അടിച്ചടിച്ചടിച്ച് പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുക. ഹൈ പ്രഷർ ഉള്ള ഔട്ട്സൈഡിൽ നിന്ന് ലോ പ്രഷർ ഉള്ള ഇൻസൈഡിലോട്ട് പോകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സൈക്ലോൺസ്. ഹൈ പ്രഷർ ഉള്ള ഔട്ട്സൈഡിൽ നിന്ന് ഒബിയസ്ലി ഹൈ പ്രഷർ ടു ലോ പ്രഷർ വിൻഡ് പോകത്തുള്ളൂ. അപ്പൊ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 ലൊക്കേഷന്റെ കാര്യം അറിയണ്ടേ. ഹൈ പ്രഷർ ഉള്ള ഔട്ട്സൈഡിൽ നിന്ന് ലോ പ്രഷർ ഉള്ള ഇൻസൈഡിലോട്ട് ബ്ലോ ചെയ്യുന്ന കാറ്റാണ് സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ. ആന്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ പടം നേരെ തിരിയും. എന്താണ് ഈ പറഞ്ഞ ഹൈ പ്രഷർ, ഞാൻ ഇവിടെ അങ്ങനെ വരയ്ക്കാം നോക്കി. ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ ഉള്ള ഇൻസൈഡിൽ നിന്ന് ലോ പ്രഷർ ഉള്ള ഔട്ട്സൈഡിലോട്ട് പോകുന്നതാണ് ആന്റി സൈക്ലോൺ. സൈക്ലോൺ പഠിക്കുക. സൈക്ലോണിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺ, ഓർത്താൽ മതി. അപ്പൊ എന്താണ് ഹൈ പ്രഷർ ഉള്ള ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചു വരുന്ന കാറ്റ് തന്നെ ആലോചിക്കുക കേട്ടോ. ഹൈ പ്രഷർ ഉള്ള ഔട്ട്സൈഡിൽ നിന്ന് ലോ പ്രഷർ ഉള്ള ഇൻസൈഡിലോട്ട് അടിക്കുന്ന കാറ്റാണ് സൈക്ലോൺ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് വിൻഡ് എന്നൊരു സെക്ഷൻ അകത്തുള്ളത്. ഇത് ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് സത്യമാണ് LDCക്ക് ഇത് ചോദിക്കും. കാര്യം അവർക്ക് ഈ ക്വസ്റ്റ്യൻ ടഫ് ആക്കണം. അപ്പം ഒരു എക്സാം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ടഫ് ആക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ചോദിക്കും. നമ്മൾ ഈ പറഞ്ഞ ഹാർഡ്ലി സെൽ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്
ഫെറർ സെൽ ഓർത്തിരിക്കുക, പോളാർ ഫ്രണ്ട് സെൽ ഓർത്തിരിക്കുക. ബ്യൂഫോർഡ് സ്കെയിലിനെ ഓർക്കുക. വിൻഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിലാണെന്ത് ബ്യൂഫോർഡ് സ്കെയിൽ. ട്രേഡ് വിൻഡിന്റെ കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക. റോറിംഗ് 40s, വെസ്റ്റേർലീസ് അകത്തുള്ള റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, സ്ലീപ്പിംഗ് 6 ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ് എന്നൊരു സെക്ഷൻ. ഇത് ഓൾറെഡി എടുത്ത സെക്ഷനാണ്, ഞാൻ ഒന്നുകൂടി എടുക്കുന്നേ ഉള്ളൂ, കാര്യം ഇന്നലെ എനിക്ക് എടുക്കാൻ ഒത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇന്ന് ഒരു ക്ലാസ് ഇടാം കേട്ടോ. ഇന്നത്തെ റിവിഷന്റെ ക്ലാസ് ഞാൻ നാളെ ഇടാൻ പറ്റുള്ളൂ, കാര്യം എനിക്ക് ബയോഡൈവേഴ്സിറ്റി ഒരു ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇന്നത്തെ റിവിഷനെ നാളത്തെ റിവിഷനെ കൂടെ ചേർത്ത് ഒരു വീഡിയോ ഞാൻ നാളെ ഇടാമേ. എനിക്ക് സമയം കിട്ടുന്നില്ല അതിനകത്ത്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.